ഡോക്ടർ ജോൺ ബ്രിട്ടാസ് തമ്പി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് യൂണിഫോം പോലും ഇല്ലാതെ വന്ന് ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വരികയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത്? കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഡൽഹി പോലീസിന്റെ അമിത്ഷായുടെ താണ്ഡവത്തിന്റെ അനുബന്ധമാണ് നടന്നത്. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ കാണുന്ന രംഗം എന്ന് പറയുന്നത്, അതായത് ഡൽഹി പോലീസിന്റെ ഉദ്യോഗസ്ഥർ CPM ഓഫീസിലേക്ക് ഇരച്ചു കയറി JNUവിന്റെ മുൻ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും ജന്തർ മന്ദിറിലെ സമരത്തിന്റെ മുഖങ്ങളിലൊന്നായ ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകുകയില്ല എന്നുള്ള ഒരു വാഗ്ദാനം രാജ്യത്തിന് നൽകിയ സ്ഥിതിക്ക് ഇവർ പഴയ പല കേസുകളും തപ്പിപ്പിടിച്ച് പൊടിതട്ടിയെടുത്ത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി നേതാക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, മാനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിയമവിരുദ്ധതയുടെ ഏറ്റവും ഉയർന്ന തലമാണെന്ന് കണ്ടത്. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ, ഔദ്യോഗിക കൃത്യനിർവഹണമല്ലേ, നിങ്ങൾക്കൊരു യൂണിഫോം പോലുമില്ല, നെയിം പ്ലേറ്റ് ഇല്ല, നിങ്ങൾ ആരാണ്? യൂണിഫോം പോലുമില്ലാതെ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി ഒരു സ്റ്റുഡൻസ് യൂണിയൻ ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ധാർഷ്ട്യമുണ്ടെങ്കിൽ ഇത് ഇവരുടെ സ്വന്തം തീരുമാനമായിരിക്കില്ല, അത് ഉന്നതങ്ങളിൽ നിന്നുള്ള തീരുമാനമായിരിക്കും. രണ്ട്, ഈ കേസ് എന്ന് പറയുന്നത് 2021 ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. അതെന്തോ ബംഗ്ലാ ഭവന്റെ മുമ്പിൽ എന്തോ ധർണ നടത്തിയെന്ന് പറഞ്ഞ കേസാണ്. അവർ കോടതി കൃത്യമായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ഐഷി ഘോഷിനെ തീഹാർ ജയിലിൽ അടച്ചേ ഇവർക്ക് തീരൂ. അതായത് പക വീട്ടുകയാണ്. ഈ സർക്കാരിന്റെ ചെകിട്ടത്തേറ്റ ഒരു പ്രഹരത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇതുപോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. രാജ